നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് മറ്റ് രണ്ട് മുന്നണികളും. LDF ഇന്ന് നിലമ്പൂരിൽ മണ്ഡലം കമ്മിറ്റി യോഗം ചേരും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. പ്രസാദ് കാളിദാസ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മറ്റ് രണ്ട് മുന്നണികളും ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ഈ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്നതടക്കം വലിയ രീതിയിൽ ഒരു ചർച്ചയാകുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വൃന്ദ, ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനി ആരാകണം തങ്ങളുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ കടന്നിരിക്കുന്നു മറ്റ് രണ്ട് മുന്നണികളും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ബാക്കിയുള്ള രണ്ട് മുന്നണികളിൽ ഏറ്റവും ആദ്യം LDF തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് LDFിൻ്റെ യോഗമുണ്ടാവും, മണ്ഡലം കമ്മിറ്റി യോഗമുണ്ടാവും നിലമ്പൂരിൽ എന്നുള്ളതാണ്. ആ ഒരു യോഗത്തിൽ ഏകദേശം ഒരു വ്യക്തത ലഭിക്കും LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സ്വതന്ത്രനെ ഇപ്പോൾ PV അൻവർ രണ്ട് തവണയും 2016-ലും ഒപ്പം 2021-ലും LDF സ്വതന്ത്രനായാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഇത്തവണയും അത്തരത്തിലൊരു സ്വതന്ത്രനെ ആയിരിക്കുമോ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും LDF ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വതന്ത്രനെ മത്സരിപ്പിക്കണോ, അത്തരത്തിൽ സ്വതന്ത്രനെ മത്സരിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയും ഒക്കെ തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഈ മണിക്കൂറുകളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. അഥവാ അത്തരത്തിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കേണ്ട, പകരം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരാൾ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തുന്നതെങ്കിൽ ഏറ്റവും അധികം മുൻതൂക്കമുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ നിലമ്പൂർ സ്വദേശി കൂടിയായിട്ടുള്ള M സ്വരാജിന് തന്നെയായിരിക്കും. കാരണം ആ ഒരു സ്ഥലത്തെ ഭൂപ്രകൃതിയും അതോടൊപ്പം തന്നെ ആ സ്ഥലത്തെ പ്രാദേശിക പ്രശ്നങ്ങളും അടുത്തറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ആ നിലമ്പൂർ വാസി എന്നുള്ള നിലയ്ക്ക് M സ്വരാജിന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ NDA മുന്നണിയും ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ അടക്കം സൂചിപ്പിച്ചിരുന്നു, BJP സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും ഒരു സാധ്യത, ഒരു ജയത്തിന്റെ സാധ്യത ഒരു മുന്നണിയും തള്ളിക്കളയില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം BJP കുറച്ചെങ്കിലും വോട്ടുകൾ തങ്ങൾക്ക് നേടാനായാൽ, അല്ലെങ്കിൽ മുൻപത്തേക്കാളും കുറച്ചെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാനായാൽ അത് തങ്ങളുടെ വിജയം എന്നുള്ള തരത്തിലാണ് ഏറെക്കാലമായി കേരളത്തിൽ മിക്കയിടങ്ങളിലും BJP മത്സരിച്ച് വരുന്നത്. അതുകൊണ്ട് ഇവിടെയും BJPക്കൊരു NDA മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. അത് BJPയിൽ നിന്നും തന്നെ ആകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഇവിടെ BDJS ആണ് മത്സരിച്ചത്. NDAയുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള BDJS ആണ് മത്സരിച്ചത്. 2016-ൽ BDJS ആണ് മത്സരിച്ചത്. കഴിഞ്ഞ വർഷം അത് BJP ആണ് മത്സരിച്ചത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിൽ മാറി മാറി വരുന്നൊരു സാഹചര്യമെല്ലാം എപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് ഉയർത്താൻ കഴിഞ്ഞ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് BDJSന് മത്സരിച്ചപ്പോൾ അവിടെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് BDJSനെ മത്സരിപ്പിക്കുമോ എന്നുള്ളതിനും ഒരു വ്യക്തത വന്നിട്ടില്ല. അത്തരത്തിലൊരു സാധ്യതകളെല്ലാമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. എന്തായാലും ഇനിയുള്ളത് സ്ഥാനാർത്ഥികളുടെ പേരാണ് നമുക്ക് പ്രധാനമായും അറിയാനുള്ളത്. അതായത് LDF സ്ഥാനാർത്ഥിയുടെയും NDA സ്ഥാനാർത്ഥിയുടെയും പേരുകളാണ് നമുക്കിനിയും പ്രധാനമായും അറിയാനുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ BJP മത്സരിച്ചപ്പോൾ ആകെ കൂടെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 8000-ലധികം വോട്ടുകളാണ് കിട്ടിയത്. എന്നാൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിന് മുൻപത്തെ തവണ 2016-ൽ BDJS മത്സരിച്ചപ്പോൾ അത് 12,000 വോട്ടായി. 12,000 വോട്ടായിരുന്നു BDJSന് അന്ന് നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ NDA മുന്നണിക്കുള്ളിൽ ഈ സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ള ഒരു ചർച്ച അതിശക്തമായി തന്നെ നടക്കുന്നത്. എന്തായാലും NDA മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സൂചനകൾ ലഭിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു നീക്കം നമുക്കറിയാനുള്ളത് PV അൻവറിന്റെ നീക്കമാണ്. കാരണം ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്നത് UDF പ്രഖ്യാപിച്ചതിന് പിന്നാലെ, AICC പ്രഖ്യാപിച്ചതിന് പിന്നാലെ PV അൻവർ വീണ്ടും ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ രീതിയിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കാരണം ആര്യാടൻ ഷൗക്കത്തിന് പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ആര്യാടൻ ഷൗക്കത്തിന് വലിയ സ്വീകാര്യത ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു PV അൻവറിന്റെ പല ആരോപണങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ നേരത്തെ തന്നെ ഈ ഒരു
നേതൃത്വത്തോട് നിർദ്ദേശിച്ച ഒരു പേരായിരുന്നു DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയിയുടെ കാര്യം. അപ്പോൾ VS ജോയിയെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ തന്നെ വലിയ രീതിയിലൊരു അതൃപ്തി PV അൻവർ രേഖപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ. അതോടൊപ്പം തന്നെ PV അൻവർ പ്രധാനമായും സൂചിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ VS ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ല, അല്ലെങ്കിൽ VS ജോയിക്ക് നേതൃത്വത്തിൽ അദ്ദേഹത്തെ പിന്താങ്ങാനായി ശക്തി കേന്ദ്രമായി ആരുമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് VS ജോയിയെ അവഗണിച്ചത്. മാത്രമല്ല VS ജോയിക്ക് ആ ഒരു മേഖലയിലെ മലയോര കർഷകരുടെ വലിയൊരു പിന്തുണയുണ്ട്. VS ജോയിയെ അവഗണിച്ചതിലൂടെ ഈ മലയോര കർഷകരെ കൂടിയാണ് അവഗണിച്ചത് എന്നുള്ളതും കൂടിയാണ് PV അൻവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആരോപണം ഉന്നയിച്ചത്. എന്തായാലും നിലവിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിലാണ് ആ ഒരു യോഗം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു യോഗത്തിൽ എങ്ങനെയൊക്കെയായിരിക്കും PV അൻവറിന്റെ നിലപാട് എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരു യോഗം കൂടിയായിരിക്കും. ശേഷം എത്തരത്തിലായിരിക്കും തൃണമൂൽ കോൺഗ്രസ് UDFനെ ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യോഗത്തിൽ ചർച്ചയാവുക. അല്ലെങ്കിൽ ഏത് രീതിയിൽ ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥി, അപ്പോൾ UDFനെ എത്തരത്തിൽ പിന്തുണയ്ക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായൊരു വ്യക്തത ഈ ഒരു യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സംഭവത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു തൃണമൂൽ കോൺഗ്രസിലേക്ക് ഈ PV അൻവർ രാജിവെച്ചതിന് ശേഷം UDFിലേക്ക് ചേക്കേറും, UDFിന്റെ ഘടകകക്ഷിയാകും എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ വിവരങ്ങൾ ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പോലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി പോലും PV അൻവർ വലിയ രീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. UDFിലേക്ക് തങ്ങളെ ഘടകകക്ഷിയായി ഇതുവരെയും ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കാത്തതിൽ. അപ്പോൾ അതിനെക്കുറിച്ചും കുറച്ച് വ്യക്തത UDFിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നിലവിൽ വരാനുണ്ട്. എന്തായാലും ശക്തമായൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് UDF പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് UDF വൃത്തങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. VS ജോയി അടക്കം വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തിന്. ആര്യാടൻ മുഹമ്മദ് എന്ന നേതാവ് ആ ഒരു നിലമ്പൂരിൽ വരുത്തിയിട്ടുള്ള വികസനങ്ങൾ ഊന്നി തന്നെയായിരിക്കും ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്തും കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു തൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പല വികസനങ്ങളാണ് നിലമ്പൂരിലുള്ളത്. അവസാനത്തെ രണ്ട് ഇലക്ഷനുകളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലെ ആ നിലമ്പൂരിലെ വികസന മുരടിപ്പുമൊക്കെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ തന്നെ വേണോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും 100% കോൺഫിഡൻ്റ് ആണ് താൻ എന്നുള്ള തരത്തിലാണ് ആര്യാടൻ ഷൗക്കത്തും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിച്ചത്. എന്തായാലും ഇനി നമുക്കറിയാനുള്ളത് UDFന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അത് ആര്യാടൻ ഷൗക്കത്താണ്. വലിയ രീതിയിൽ ഒരു പിന്തുണ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക. കാരണം UDFന് കഴിഞ്ഞ തവണത്തെ 2021 പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് മുൻപത്തെ 2016 PV അൻവറിന് ആ ഒരു മണ്ഡലത്തിൽ നേടാനായത് 77,000-ലധികം വോട്ടാണ്. തൊട്ടുപുറകിലുണ്ടായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് അന്ന് നേടാനായത് 66,000-ലധികം വോട്ടുകളാണ്. അതായത് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് PV അൻവർ ജയിച്ചത്. എന്നാൽ അതിനുശേഷം 2021 എത്തുമ്പോൾ VV പ്രകാശ് ആയിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി. LDF സ്വതന്ത്രനായി അന്ന് PV അൻവർ മത്സരിച്ചപ്പോൾ വെറും 2,500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ അന്ന് PV അൻവറിന് ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. ഇതിനർത്ഥം, അല്ലെങ്കിൽ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFന് കൃത്യമായ ഒരു അടിത്തറ നിലമ്പൂരിലുണ്ട്. അത് ആ ഒരു അടിത്തറ അവിടെ കെട്ടുറപ്പിച്ചത് ആര്യാടൻ മുഹമ്മദ് എന്ന നേതാവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആര്യാടൻ മുഹമ്മദ് എന്ന പേര് തന്നെയാണ് അവിടെ UDF പ്രവർത്തകരിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ഒരു ചർച്ച, അല്ലെങ്കിൽ ആ ജനങ്ങൾക്കിടയിലെ ആര്യാടൻ മുഹമ്മദിന്റെ സ്വീകാര്യത വലിയ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെയും പിന്തുണയ്ക്കുമെന്നുള്ള വിലയിരുത്തലും UDFിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് ഈ പേരെത്തിയത് എന്നുള്ള തരത്തിലും ചില ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത്, അഭ്യൂഹങ്ങളും അത്തരത്തിലുള്ള വിശകലനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് LDFിന്റെ സ്ഥാനാർത്ഥിയെയും അതോടൊപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയുമാണ്. LDF നിലവിൽ നിലമ്പൂരിൽ വൈകുന്നേരം മണ്ഡലം കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ ഒരു യോഗത്തിന് ശേഷം ഏറെക്കുറെ LDF സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ലഭിക്കും. ഒപ്പം തന്നെ NDAയെ സംബന്ധിച്ച് BJP മത്സരിക്കണോ BDJS മത്സരിക്കണോ എന്നുള്ളതിനെ കുറിച്ചും ഇന്നത്തോടെ തന്നെ വ്യക്തത വരും എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ഏത് കക്ഷി മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഏറെക്കുറെ ഇന്ന് തന്നെ തീരുമാനമാകും എന്നുള്ളത് തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് തന്നെ ഏകദേശം ആരൊക്കെയായിരിക്കും അവിടെ മത്സരിക്കുക, എങ്ങനെയൊക്കെയായിരിക്കും, ആരുടെയൊക്കെ പേരുകളാണ് ഉയർന്നു വരുന്നത്, ആർക്കൊക്കെയാണ് മുൻതൂക്കം എന്നുള്ളത് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്കറിയാൻ സാധിക്കും. വൃന്ദ, തീർച്ചയായും വ്യക്തമാണ്. പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.